പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ പകർത്താൻ പറ്റുന്ന ആത്മീയമായ കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ദൈവികമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന രസകരമായ കാര്യങ്ങൾ, അതിലൂടെ എങ്ങനെ ആത്മീയമായി ദൈവികമായി എങ്ങനെ നല്ല ബന്ധം കുടുംബത്തുണ്ടാക്കാൻ സാധിക്കും? 9 ഭാര്യമാർ ഒരേ സമയം പ്രവാചകൻ ഉണ്ടായിരുന്നു. ഈ 9 ഭാര്യമാരെ എങ്ങനെ പ്രവാചകൻ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു എന്നത് ചരിത്രത്തിൽ ഒരു വലിയ അത്ഭുതമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ഭാര്യയെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തെ കൊണ്ട് നടക്കാൻ കഴിയാതെ പരാജയപ്പെടുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ പ്രവാചകൻ ഏറ്റവും മനോഹരമായി കൊണ്ടു നടന്നു എന്നത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. ആയിഷബിയോട് ചോദിക്കുന്നുണ്ട്, നബി നിങ്ങളോട് എങ്ങനെ പെരുമാറും? ആയിഷബി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ഞാനും പ്രവാചകനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രവാചകൻ നേരത്തെ മാറ്റി ഒരുങ്ങി തയ്യാറായി നിൽക്കും. അങ്ങനെ ഞാൻ മാറ്റി ഒരുങ്ങുന്നതും കാത്ത് പ്രവാചകൻ വാതിൽക്കൽ നിൽക്കുന്നു. അങ്ങനെ വാതിൽക്കൽ പ്രവാചകൻ നിൽക്കുന്നു. ഈ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയത്ത് പ്രവാചകൻ പുറത്തേക്ക് എന്നെ ഇറങ്ങാൻ സമ്മതിക്കാതെ നബി വാതിൽ അടഞ്ഞു നിൽക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ വലതു ഭാഗത്തൂടെ പോകാൻ നോക്കുമ്പോൾ നബി അവിടെ കയറി നിൽക്കും. അപ്പൊ ഇടതു ഭാഗത്തൂടെ നോക്കുമ്പോൾ ഇടതു ഭാഗത്ത് റസൂൽ നിൽക്കും. അങ്ങനെ ഞാൻ നബിയുടെ കാലിനടിയിലൂടെയൊക്കെ നോഴ്ന്ന് തള്ളി മറിച്ച് ചിരിച്ച് കളിച്ച് പുറത്തേക്ക് ഇറങ്ങുക, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു സംഭവം ആയിഷബി പറയാം, പ്രവാചകന്റെ അത്തരം പെരുമാറ്റങ്ങൾ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വേണ്ടതുള്ളൂ. നമ്മൾ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് രൂപയോ വലിയ ബംഗ്ലാവുകളോ ഒന്നും നമ്മൾ ഭാര്യമാർക്ക് കൊടുക്കേണ്ടതില്ല. അവരെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്നേഹം അവർക്ക് വാരിക്കൂരി കൊടുക്കുക എന്നതാണ്. വളരെ ധൃതിയിൽ പോകുന്ന ഒരു ഘട്ടത്തിൽ പോലും റസൂല് ഒരു ഭാര്യയുടെ കൂടെ ഒരു തമാശ കണ്ടെത്തുകയാണ്. അത് ഒന്ന് തിക്കുക, തിരക്കുക, ഒന്ന് ചിരിപ്പിക്കുക. അതിനൊക്കെ റസൂല് എല്ലാ സംഘർഷങ്ങളുടെ ഇടയിലും പ്രവാചകൻ തന്റെ ഭാര്യമാരെ പരിഗണിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. തന്റെ ഭാര്യമാരോട് അങ്ങേയറ്റം ലളിതമായിട്ട് ഞാനാണ് വലുത് എന്നൊരു ഭാവമേ ഇല്ലാതെ അവരുടെ കളിക്കൂട്ടുകാരനാവുക, അവരോട് ചിരിക്കുക, അവരെ പരിഗണിക്കുക. ഇത് പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം അതായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്.